ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ കുർത്തികൾ തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്ന കുർത്തികളാണ് ഞാൻ വീഡിയോ ത്രൂ നിങ്ങളെ കാണിക്കുന്നത്. ഔട്ട്സോഴ്സിങ് വളരെ കുറവാണ്. അത്ര നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിലൊക്കെ കുർത്തികൾ കണ്ടാൽ മാത്രമാണ് ഞാൻ പുറത്തു പോകുമ്പോൾ സ്റ്റിച്ചിന് കുർത്തികൾ എടുക്കാറുള്ളൂ. ബാക്കി എല്ലാം ഫാബ്രിക് എടുത്തിട്ട് നമ്മളിവിടെ ചെയ്യിപ്പിച്ചെടുക്കുന്ന കുർത്തികളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഒത്തിരി ആവശ്യക്കാർ അതിനുണ്ട്. യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എത്ര വലിയ സൈസ് കുർത്തികൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്ലസ് സൈസുകാർ കുർത്തികളൊക്കെ അന്വേഷിച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് ഒരു കുർത്തി എടുത്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന പാറ്റേണിൽ ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. 7XL, 8XL, 10XL ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് ആണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാര്യങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് സൈസ് കുർത്തികളോ അല്ലെങ്കിൽ ഏത് സൈസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്ലസ് സൈസുകാരെ ഫോക്കസ് ചെയ്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം മാർക്കറ്റിൽ ഏറ്റവും പാട് പ്ലസ് സൈസ് കുർത്തികൾ കിട്ടാനാണല്ലോ. പിന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തികൾ കിട്ടാൻ നല്ല പാട് തന്നെയാണ്. കാരണം റെഡിമെയ്ഡ് കുർത്തികൾ ഞാൻ ഉപയോഗിച്ച് നോക്കാറുണ്ട്, എനിക്കത്ര പൊക്കാറില്ല. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു ബുട്ടിക് സ്റ്റൈലിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല യുണീക്കായിട്ടുള്ള കുർത്തികൾ നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ കാണിക്കുന്ന പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഫാബ്രിക് ഉള്ളതിൻ്റെയൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതിൽ റീസ്റ്റോക്ക് കുർത്തിയാണ് കേട്ടോ. കാരണം കാണിക്കുന്നത് റീസ്റ്റോക്ക് കുർത്തിയാണ്. പിന്നെ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെട്രസ് ടെക്കിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതിപ്പോൾ ഒരു എലൈൻ പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സ്ലിറ്റ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നെക്ക് ഡിസൈനിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫാബ്രിക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. നമുക്ക് വേഗം കാണാം. ഇതാ ഈ കുർത്തി നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ കാണുമായിരിക്കും. ഒത്തിരി പേരോട് ഇത് തീർന്നു എന്ന് പറഞ്ഞു പോയൊരു കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഈ വീഡിയോ കാണുന്ന അത്രയും കളർ കാണത്തില്ല. ഇതിന്റെ കളർ ആക്ച്വൽ കളർ നമ്മുടെ ഒരു ചെറുപയർ പച്ചയില്ല, ആ ഒരു പച്ചയാണ്. വീഡിയോയിലേക്ക് വരുമ്പോൾ വല്ലാണ്ട് അങ്ങ് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കും. ഈ ഒരു കളർ ആയിരിക്കത്തില്ല കേട്ടോ. കളറിൽ ചെറിയ വ്യത്യാസം പ്രതീക്ഷിക്കണം. നല്ല ഭംഗിയുള്ള ഒരു ചെക്ക് പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത്. ഇതാ ഇതിന്റെ ഹെമ്മേരിയയിലേക്ക് കണ്ടതാ ഈ ഒരു പാറ്റേൺ ആണ്. ഒരു കോളർ വി പാറ്റേണിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരുന്നത്. പാറ്റേൺ മാറ്റിയിട്ടില്ല. ഇതാ സ്ലീവ്സ് ഇതാണ്. ഇത് ഫാബ്രിക് തന്നെയുള്ള ബോർഡറാണ് കേട്ടോ. ഓൾ ഓവർ ദാ ഈ ചെക്ക് പാറ്റേൺ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയായിരിക്കും. ഒത്തിരി പേര് ഇത് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കുർത്തിയായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഈ ഫാബ്രിക് കണ്ടപ്പോൾ പിന്നെ ഞാൻ മുൻപിൻ നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഞാനങ്ങ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കിത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടും. എല്ലാ സൈസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. ഒരു 2-3 ആഴ്ച മുൻപത്തെ ഒരു വീഡിയോയിലാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത്. ആ വീഡിയോ വന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതെല്ലാം തീർന്നു പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറേ പേരോട് ഞാൻ ഇല്ല തീർന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരൊക്കെയാണ് നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്, റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം എല്ലാ സൈസും അവൈലബിൾ ആണ്. പാറ്റേൺ മാറ്റി ചെയ്യണമെങ്കിൽ ഫാബ്രിക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്രാവശ്യം ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രമാത്രം ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല ഇത്. വീഡിയോ കാണുമ്പോൾ വല്ലാണ്ട് ബ്രൈറ്റ് ആണ്. നേരെ കാണുമ്പോൾ ഇത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടാവത്തില്ല. ഒരു ചെറുപയറിന്റെ ഒരു പച്ചയില്ലേ, ആ ഒരു കളറാണ്. ഇതാ ഇനി നമ്മൾ കാണുന്നത് ഇതാ സാങ്കനേറിയ പ്രിന്റിൽ വന്നേക്കുന്ന ഏലിയൻ കുർത്തികളാണ് കേട്ടോ. ഇതിന് നമുക്ക് ഒത്തിരി ആവശ്യക്കാരുണ്ട്. സൈഡ് പോക്കറ്റ് ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന ഒരു ഏലിയൻ കുർത്തിയാണ്. സാങ്കനേറിയ പ്രിന്റുകളെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കംഫർട്ടബിൾ വെയർ ആണ്, നല്ല എലഗന്റ് കുർത്തികളായിരിക്കും കേട്ടോ ഇത്. അതിലേക്ക് ഇതേപോലെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ്, ഏലൈൻ ആണ്. സെൻട്രൽ പോർഷനിലേക്ക് ഇതേപോലെ കുറച്ച് ഗ്യാദേഴ്സ് ഒക്കെ ഇട്ട് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഒരു എന്താ പറഞ്ഞ സ്ലിമ്മി ഫീല് കിട്ടാൻ നല്ലതാണ്. സ്ലിമ്മി ഫീല് കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മുടെ ടമ്മിയൊക്കെ ഹൈഡ് ചെയ്തിരുന്നോളും. അത് ഇതേപോലെ സൈഡ് പോക്കറ്റ് ഒക്കെ കാണും. എല്ലാ സൈസും ഇപ്പൊ അവൈലബിൾ ആണ്. ഫ്രോക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം, ബോട്ടം വെച്ച് വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. ഇതാണ് ക്ലോസ് ഓർ വ്യൂ വന്നേക്കുന്നത്. നല്ല രസമുള്ള കോമ്പിനേഷനും പ്രിന്റും ആണ് കേട്ടോ. നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന കുർത്തിയാണ് ഇത്. സാങ്കനേറിയ പ്രിന്റുകളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്ര ഭംഗിയാണ് ഇതിലെ കോമ്പിനേഷൻ കാണാനായിട്ട്. എല്ലാ സൈസും ഇപ്പൊ അവൈലബിൾ ആണ്. ഇതാണ് അടുത്തത്. ഇതും തൊട്ട് മുമ്പ് കണ്ടില്ല, സെയിം പാറ്റേൺ ആണ്, സെയിം ഫാബ്രിക് തന്നെയാണ്. സാങ്കനേറിയ പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കിക്കേ ഇതിന്റെ കോമ്പിനേഷൻ കാണാനായിട്ട്.
എയർലൈൻ കുർത്തിയാണ് കേട്ടോ. സൈഡ് പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് സ്ലിറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഫാബ്രിക് ഉള്ളതിൻ്റെയൊക്കെ സ്ലിറ്റ് ഇട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എത്ര വലിയ സൈസ് വേണമെങ്കിലും വീഡിയോ വന്ന് പെട്ടെന്ന് ഓർഡർ തന്നാൽ കിട്ടും. കാരണം ഇതിൻ്റെയൊക്കെ ഫാബ്രിക് ഒന്നും ബൾക്ക് ക്വാണ്ടിറ്റി കാണത്തില്ല. അപ്പൊ പെട്ടെന്ന് ഓർഡർ തന്നാൽ ഇരിക്കുന്ന ഫാബ്രിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എത്ര വലിയ സൈസായാലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇപ്പൊ എല്ലാ സൈസും അവൈലബിൾ ആണ്. അടുത്തത് ഇതാണ് കേട്ടോ. എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇതാണ് ക്ലോസർ വ്യൂ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. എല്ലാ സൈസും അവൈലബിൾ ആണ്. അടുത്ത കുർത്തി ഇതാണ്. എയർലൈൻ ആണ്. ഇതാണ് ക്ലോസർ വ്യൂ. ഇതാണ് അടുത്തത്. ഇതിന്റെ അതുപോലെ തൊട്ട് മുമ്പ് കണ്ടതിന്റെ പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. ലേസ് വെച്ചൊക്കെ കണ്ടത് ഇതേപോലെ നഗ്രഹ പാറ്റേണിലാണ് ഇതിൽ ലേസ് വന്നേക്കുന്നത്. അതുപോലെ സ്ലീവ്സിലേക്ക് ആണെങ്കിൽ ഈ ഒരു പോർഷനിലായിരിക്കും ലേസ് വെച്ചിട്ടുണ്ടാവുക. ഇതാണ് അടുത്തത്. ഇതിലെ പ്രിന്റ് ഇങ്ങനെ വരുവേ. ഇത് സ്ലിറ്റഡ് പാറ്റേൺ ആയിരിക്കും കേട്ടോ. $47 inches ലെങ്ത് ഉണ്ട്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതായിരുന്നേ. ഇപ്പൊ റീസ്റ്റോക്ക് ആണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. അടുത്ത ഇതാണ്. ഇതൊരു എയർലൈൻ കുർത്തിയാണ്. സംഗനേര പ്രിന്റ് തന്നെയാണ്. സൈഡ് പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആയിരിക്കും. ഇതാണ് പ്രിന്റിന്റെ ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ഈ ഫാബ്രിക്കിനൊന്നും അത്ര കട്ടിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ട്രാൻസ്പെറന്റ് ആണോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്പെറന്റ് അല്ല. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഇന്നറൊക്കെ ഇട്ടാലും മതിയാവും. ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ലൈനിങ് ഇട്ടാൽ ഈ ഒരു പാറ്റേണിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഹെവിനെസ് തോന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലൈനിങ് കൊടുക്കാറില്ല. ഇതാണ് അടുത്തത്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. സംഗനേറിയ പ്രിന്റ് അല്ല, നോർമൽ കോട്ടൺ ആണ്. പാറ്റേൺ സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് അങ്ങ് കാണിച്ചെന്ന് മാത്രം. ഈ സെയിം ഫാബ്രിക്കിൽ സ്ലിറ്റർ കുർത്തികൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എയർലൈൻ കുർത്തിയാണ്. സെയിം ഫാബ്രിക്കിന്റെ സ്ലിറ്റുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള വീനെക്ക് പാറ്റേണിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇതൊരു സ്ലിറ്റർ ടോപ്പ് ആണ് കേട്ടോ. മൾട്ടി പ്രിന്റ് വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ്. അതിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ചൈനീസ് കോളർ നെക്കാണ്. ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ബോഡിയോട് ചേർന്നിരുന്നോളും കേട്ടോ. അല്ലാതെ നോക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ചേർന്നിരുന്നോളും. ഇത് സിമ്പിൾ ആയിട്ടുള്ള വീനെക്ക് പാറ്റേണിൽ ചെയ്തേക്കുന്ന സ്ലിറ്റർ കുർത്തിയാണ് കേട്ടോ. ദാബു പ്രിന്റ് ആണ്. ഇതും ദാബു പ്രിന്റിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. സ്ലിറ്റുള്ള കുർത്തിയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഇട്ടിട്ട് പോകണമെങ്കിൽ സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ്. വളരെ കംഫർട്ടബിൾ വെയർ ആയിരിക്കും. ദാബു പ്രിന്റ് തന്നെയാണിതും. ഇതാണ് അടുത്തത്. ഇതൊരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ് കേട്ടോ. അത് നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന കളറാണ്. ലൈറ്റ് ഷെയ്ഡിൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കുർത്തിയാണ്. സ്ലിറ്റുള്ള കുർത്തിയാണ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അടുത്തത്. ഇതും പ്യുവർ കോട്ടണിൽ വന്നേക്കുന്ന സ്ലിറ്റർ കുർത്തിയാണ് കേട്ടോ. ഇതൊക്കെ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെ പാറ്റേൺ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഫാബ്രിക് കിട്ടിയേക്കുന്നതാണ് കേട്ടോ. പക്ഷെ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല. അടുത്തത് ഇത് സാങ്കനറി പ്രിന്റ് ആണ്. എയർലൈൻ ആണ്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. ഇതും ഒരു എയർലൈൻ കുർത്തിയാണ് കേട്ടോ. സാങ്കനറി പ്രിന്റ് തന്നെയാണ്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഇതൊന്നും ബൾക്ക് ക്വാണ്ടിറ്റി കാണത്തില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നാലാണ് കിട്ടാനുള്ള ചാൻസ്. അതുപോലെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്തി വേണമെങ്കിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഫാബ്രിക് ഉള്ളതിന്റെ ഒക്കെ കസ്റ്റമൈസേഷനും പോസിബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ ചെറിയ കളർ എഡിഷൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ എല്ലാം കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ.